ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദിലെ അദ്ദറസു താസി 4ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ അദ്ദറസു താസി മദ്ദുൽ മുൻഫസിൽ. നമ്മൾ മദ്ദുൽ ഫർഇയിലെ 5 ഇനങ്ങളിൽ ഒന്ന് നമ്മൾ പഠിച്ചു. മുത്തസിൽ കഴിഞ്ഞ പാഠത്ത് പഠിച്ചു. ഇനി മദ്ദുൽ മുൻഫസിൽ, മുത്തസിൽ പോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു മദ്ദാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം നമുക്കിതൊന്ന് വായിക്കാം, എന്നിട്ട് ഉദാഹരണങ്ങൾ പറയാം. മുകളിലെ ആയത്തുകളിൽ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിൽ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം അടുത്ത പദത്തിലെ ആദ്യാക്ഷരമായി ഹംസ കാണാം. ഈ വിധം മദ്ദക്ഷരത്തിനു ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യാക്ഷരമായി ഹംസ വന്നാൽ അൽ മദ്ദുൽ മുൻഫസിൽ ഉണ്ടാകുന്നത്. ഈ മദ് നിർബന്ധമില്ലെങ്കിലും മുത്തസിൽ പോലെ നീട്ടലാണ് നല്ലത്. അപ്പം എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യാക്ഷരമായി ഹംസ വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ മുൻഫസിൽ. അടയാളപ്പെടുത്തുക. എന്താണ് മദ്ദുൽ മുൻഫസിൽ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് മദ്ദുൽ മുത്തസിൽ പോലെ നീട്ടൽ നിർബന്ധമില്ലെങ്കിലും നീട്ടലാണ് നല്ലത്, മനസ്സിലാക്കുക. അപ്പോൾ മുത്തസിൽ പോലെ 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമില്ലെങ്കിലും നീട്ടലാണ് നല്ലത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഖിറാഅത്ത് നീട്ടിയാണ് ഓതേണ്ടത് എന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം. എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യാക്ഷരം. ഇവിടെ ലാ എന്നതാണ് മദ്ദക്ഷരം. ലാമിനെ അലിഫ് കൊണ്ട് നീട്ടുന്നു. കൂടുതൽ നീട്ടാൻ മുകളിൽ മദ്ദ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മദ്ദക്ഷരം ലാ എന്നതാണ്. അതൊരു കലിമത്തും അഅ്ബുദു എന്നത് ഒരു കലിമത്ത്, മാ എന്നതൊരു കലിമത്ത്, തഅ്ബുദൂൻ എന്നതൊരു കലിമത്ത്. മനസ്സിലാക്കുക. അങ്ങനെ വേർഡ്സ് ആയിട്ട് എഴുതുന്നതിനാണ് കലിമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലാ എന്നത് മദ്ദക്ഷരവും അടുത്ത കലിമത്തിൻ്റെ ആദ്യാക്ഷരമായ ഹംസ. ആ എന്നത് ഹംസ, അലിഫ് ഹംസ, ആ അത് ആ ഹംസ തന്നെയാണ്. ആ എന്നത് ഹംസ തന്നെയാണ്. അപ്പോൾ മദ്ദക്ഷരത്തിന് തൊട്ടു പിറകെ അടുത്ത കലിമത്തിൻ്റെ ആദ്യാക്ഷരമായി ഹംസ വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ മുൻഫസിൽ. അപ്പോൾ നമ്മൾ മുൻഫസിൽ, മുൻ എന്ന് ഒരു കലിമത്തും ഫസിൽ എന്നത് ഒരു കലിമത്തും ആക്കി മനസ്സിലാക്കുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയാലേ മുൻ എന്നത് ഒരു കലിമത്തും അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയായിട്ട് ഫസിലും മനസ്സിലാക്കുക. അപ്പോൾ മുൻഫസിലാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? മറ്റേ മുത്തസിൽ ഒറ്റ പദമാക്കി മനസ്സിലാക്കുക. ഇത് മുൻഫസിൽ എന്നത് 2 പദമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മുൻഫസിലിനെ പെട്ടെന്ന് മനസ്സിലാക്കാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലാ ഉക്സിമു, അതുപോലെ ലാ എന്നത് ഒരു കലിമത്ത്, അത് മദ്ദക്ഷരമാണ്. ഉക്സിമു എന്നതിൻ്റെ ആദ്യാക്ഷരമായിട്ട് ഹംസ വരുന്നു, ഊ. മനസ്സിലാക്കുക. ഇർജിഇ ഇല, ഐ എന്ന മദ്ദക്ഷരത്തിന് ഉടനെ അടുത്ത കലിമത്തിൻ്റെ ആദ്യാക്ഷരമായി ഇല എന്ന ഹംസ വന്നു. അതുപോലെ ഫീ അംരി, മദ്ദക്ഷരം, അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ. തൂബൂ ഇല, തൂബൂ എന്ന മദ്ദക്ഷരം, അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ. കൂ അംഫുസക്കും, കൂ എന്ന മദ്ദക്ഷരം, അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ. അപ്പോൾ അത് മുൻഫസിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റത് ഒരേ പദത്തിലാണ് മുത്തസിൽ. ജാ ആ മാ ആ, അങ്ങനെ സൂ ആ ഒക്കെ ഒരേ പദമാണ്. നമ്മൾ ഒറ്റ പദാക്കി പറയുക. ജാ ആ മാ ആ. അതേപോലെ നമുക്കിത് ലാ ഉക്സിമു അല്ല, ലാ ഉക്സിമു. ലാ എന്ന മദ്ദിന് ശേഷം അടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസ വരുന്നു. അത് മനസ്സിലാക്കുക. ലാ ഉക്സിമു ഫീ അംരി തൂബൂ ഇലല്ലാ. അപ്പോൾ അതൊക്കെ അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് എന്ത്? മദ്ദുൽ മുൻഫസിൽ. ഇവിടെ ഫീ അംരി നീട്ടി ഉച്ചരിക്കലാണ് നല്ലത്, നിർബന്ധമില്ല. ഫീ എന്ന് നീട്ടൽ നിർബന്ധമില്ലെങ്കിലും അത് ഖിറാഅത്തിനൊരു ഭംഗി നൽകുന്നത് നീട്ടലാണ് നല്ലത്. മനസ്സിലാക്കുക. ഫീ അംരി
അങ്ങനെ ഓതുന്നതിനേക്കാളും ഫീ അംരി അങ്ങനെ നീട്ടി ഓതലാണ് നല്ലത്. ആ രീതിയിൽ മനസ്സിലാക്കുക. മുത്തസിൽ നീട്ടൽ നിർബന്ധമാണ്, മുൻഫസിലിന് നീട്ടൽ നിർബന്ധമില്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ഇവിടെയും ചോദ്യം വരും, മുൻഫസിൽ എത്രയാണ് നീട്ടേണ്ടതെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ മുത്തസിൽ പോലെ ആവുന്നതാണ്, നീട്ടൽ നല്ലതാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ചോദ്യം വന്നാൽ അങ്ങനെ എഴുതാവുന്നതാണ്. മനസ്സിലാക്കി പഠിക്കുക. ഇനി ഇവിടെ ഖിറാഅത്ത് വരുന്നത് നഖ്റ സൂറത്തു സുമർ. സുമർ സൂറത്തിലെ 1-ാമത്തെ ആയത്ത് മുതൽ 67-ാമത്തെ ആയത്ത് വരെ മുത്തസിലും മുൻഫസിലും നമ്മൾ 2 മദ്ദുകൾ ഇപ്പോൾ പഠിച്ചു. അതൊക്കെ മനസ്സിലാക്കി അടയാളപ്പെടുത്തി പഠിക്കുക, ഓതുക. ഹിഫ്ലാക്കാൻ വരുന്നത് ആമന റസൂലും അദ്കാറും. അപ്പം അതിൽ കഴിഞ്ഞതിലും അതന്നെയാണ് വന്നത്. 2 ആയത്താണ്. അതിലൊരായത്ത് അതിൽ പഠിക്കുക, 2-ാമത്തെ ആയത്ത് ഇതിൽ പഠിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ശ്രമിച്ച് ആമൻ റസൂല് മനപ്പാടാക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ച അദ്കാറുകൾ, ഇനി പുതുതായിട്ട് ഏതെങ്കിലും അദ്കാറുകൾ നിങ്ങൾക്ക് ബുക്കിൻ്റെ അവസാനത്തിൽ നോക്കിയാൽ മതി. അവിടെ ഉള്ളത് എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പം നിങ്ങൾക്ക് അവസാനത്തിൽ അദ്കാറായിട്ട് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായി പഠിക്കുക. ഇനി നമുക്ക് ദഫ്തർ തോലിബ് നോക്കാം. ദഫ്തർ തോലിബിൽ നുൻഷിദ് ബൈത്താണ്. എന്താണ്? മദ്ദുൽ മുൻഫസിൽ എന്താണ്? ഹംസ വരുന്നൊരു മദ്ദാണ്. മദ്ദക്ഷരവും ഹംസും 2 പദങ്ങളിൽ വന്നതിൻ പേരാണ്. മദ്ദക്ഷരവും ഹംസും 2 പദങ്ങളിൽ വന്നതിൻ്റെ പേരാണ് മദ്ദുൽ മുൻഫസിൽ. മനസ്സിലാക്കുക. ഇനി താഴെയുള്ള ആയത്തുകളിൽ നമുക്ക് മുൻഫസിൽ മനസ്സിലാക്കാം. ഹത്ത ഇദാ, ഹത്ത എന്ന മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യക്ഷരമായ ഹംസ. അതേപോലെ ഇദാ അത്ത, ദാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത പദത്തിൻ്റെ ആയത്തിൽ ഹംസ. അതായ അഹ്ല. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ 3 എണ്ണം ഒരുമിച്ച് വന്നിട്ടുണ്ട്. യാ എന്നതിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ. അഹ്ല. മനസ്സിലാക്കുക. മാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യക്ഷരം ഹംസ. അടുത്ത് വമാ അർസൽന. അതൊക്കെ അടയാളപ്പെടുത്തുക. നമുക്ക് താഴെ അവസാനം ബോക്സ് വരും എഴുതാനുള്ള കേട്ടോ. അർസൽന ഇലൈഹിം. അപ്പോൾ ഇവിടെ 2 സ്ഥലത്ത് അങ്ങനെ വന്നു. കുല്ലമാ അറാദു 1 വന്നു. അറാദു അൻ 2-ാമത്തെ വന്നു. മിൻഹാ ഒഴീദു ഇതിൽ 3 എണ്ണം വന്നു. പിന്നെ ബിമാ ഉൻസില, വമാ ഉൻസില, അല്ലദീ അൻഷ, അൻഷഅഹ അവ്വല 2 എണ്ണം. ഇന്നമാ അംറു, അംറുഹു ഇദാ, ഇദാ അറാദ. അപ്പോൾ ഇവിടെ 3 എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. മനസ്സിലാക്കുക. ഇനിയോ മിൻഹാ ഔ, മിസ്ലിഹാ അലം. അപ്പോൾ ഇത്രയാണ് അവിടെ വന്നത്. ഫകൈഫ ഇദാ അസ്വാബത്ത്, ഇദാ അസ്വാബത്ത് മദ്ദക്ഷരം ഹംസ അടുത്ത കലിമത്തിൽ. അടുത്തതാ ഇവിടെ ജാഊന്നുണ്ട്. എന്താണ്? 2ഉം ഒരേ പദത്തിലാണ്. അവിടെ മദ്ദുൽ മുത്തസിലാണ്. മനസ്സിലാക്കുക. അറദ്ന ഇല്ല, അവിടെ 1. ഇല്ലാ ഇഹ്സാനൻ അവിടെ 2-ാമത്തത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ കണ്ടെത്തിയതിൽ നിന്ന് ഈ കള്ളികളിലേക്ക് മുൻഫസിലായ മദ്ദുകൾ എടുത്തെഴുതാനാണ്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് എടുത്തെഴുതുക. ഇനി നുക്കുമിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ്? മദ്ദുൽ മുൻഫസിൽ ഡാഷ് പോലെ നീട്ടലാണ് നല്ലത്. എന്താണ്? മദ്ദുൽ മുൻഫസിൽ മുത്തസിൽ പോലെ, മുത്തസിൽ പോലെ നീട്ടലാണ് നല്ലത്. അങ്ങനെ എഴുതിയാൽ മതി. മുത്തസിൽ പോലെ നീട്ടലാണ് നല്ലത്. പാഠത്തിൽ അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി എഴുതിയാൽ മതി. തെറ്റില്ലാതെ എഴുതാനാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് നോക്കി എഴുതുക. അടുത്തത് നുജിബ് ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. മദ്ദുൽ മുൻഫസിൽ എന്നാൽ എന്ത്? എന്താണ് മദ്ദുൽ മുൻഫസിൽ?
നമ്മൾ പാടെടുക്കുമ്പോൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നു. മദ്ദക്ഷരത്തിനു ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യ അക്ഷരമായി ഹംസ വന്നാൽ അൽ മദ്ദുൽ മുൻഫസിലാണ്. വന്നാൽ ഉണ്ടാകുന്ന മദ്ദാണ് മദ്ദുൽ മുൻഫസിൽ. ആ രീതിയിലും എഴുതാം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ 9ാമത്തെ പാഠമായ മദ്ദുൽ മുൻഫസിലിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക. മദ്ദുൽ മുത്തസിലും മുൻഫസിലും നന്നായി മനസ്സിലാക്കുക. ഒരേ കലിമത്തിൽ വന്നാൽ മുത്തസിൽ, 2 കലിമത്തുകളിലായിട്ട് വരുന്നത് മുൻഫസിൽ. ആ രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ഈ 2 പാഠവും പഠിക്കാം. ആൻസറും പഠിച്ചു വെക്കുക. എന്താണ് മുത്തസിൽ എന്നാലും മുൻഫസിൽ എന്നാലും ഉദാഹരണങ്ങളൊക്കെ കണ്ടാൽ തിരിച്ചറിയാവുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത പാഠത്തിൽ അടുത്ത വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.